കൊല്ലം പുനലൂർ ആളുകേറാമല കൊലപാതക കേസിൽ പ്രതി എന്ന് സംശയിക്കുന്നയാളെ തിരിച്ചറിഞ്ഞു. ആലപ്പുഴ ചാരുമൂടിന് സമീപം വേടർപ്ലാവ് സ്വദേശി പാപ്പർ എന്ന അനിക്കുട്ടനാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇയാൾക്കായി രണ്ടാമത്തെ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തിറങ്ങി. അനിക്കുട്ടനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് കൊല്ലം പോലീസ്. സെപ്റ്റംബർ 22-നാണ് ആളുകേറാമലയിൽ കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടതാരെന്നോ കൊലയാളിയാരെന്നോ തിരിച്ചറിയാനാകാത്ത കേസ് കേരള പോലീസിന് തീർത്തും തലവേദനയായി. ദക്ഷിണമേഖല ഡിഐജി അജിത ബേഗം അന്വേഷണ ചുമതല ഏറ്റെടുത്തു. അന്വേഷണം കേരളത്തിനു പുറത്തേക്ക് പോലും വ്യാപിച്ചു. ഒരു തുമ്പുമില്ലാത്ത കേസിൽ ശാസ്ത്രീയ അന്വേഷണങ്ങൾ പലതും പയറ്റി. ടവർ ടമ്പിംഗ് പരിശോധനയടക്കം നടത്തിയിട്ടും കാര്യമുണ്ടായില്ല. മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നേരിലേക്കുള്ള ദിശ കാണിച്ചില്ല. മൃതദേഹത്തിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയ ചങ്ങലയടക്കം ഉപയോഗിച്ച് എന്തെങ്കിലും ലീഡുണ്ടാക്കാൻ നോക്കി, പരാജയപ്പെട്ടു. അങ്ങനെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസിനെ വട്ടം കറക്കിയ കൊലപാതകത്തിൽ പ്രതിയിലേക്കെത്തിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ ആദ്യം ലഭിച്ചത്. വിശദമായ അന്വേഷണത്തിൽ ആലപ്പുഴ ചാരുമൂടിന് സമീപം വേടർപ്ലാവ് സ്വദേശി പാപ്പർ എന്ന അനിക്കുട്ടനാണ് കൊല നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. 2025 സെപ്റ്റംബർ 17 മുതൽ ഇയാളെ കാണാനില്ലെന്ന വിവരവും പോലീസിന് ലഭിച്ചു. ഇതോടെയാണ് വ്യക്തമായ ചിത്രങ്ങൾ സഹിതം രണ്ടാമത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഇരുനിറവും മെലിഞ്ഞ ശരീരപ്രകൃതിയുമുള്ള ഇയാളുടെ കാലിൽ പൊള്ളലേറ്റ മുറിവ് ഉണങ്ങിയ പാടുള്ളതായും പോലീസ് പറയുന്നു. വിവരം ലഭിക്കുന്നവർ പുനലൂർ പോലീസിൽ വിവരമറിയിക്കണമെന്നാണ് നിർദ്ദേശം. പ്രതി പിടിയിലാകുന്നതോടെ മാത്രമേ കൊല്ലപ്പെട്ടതാരെന്നും കൊലയ്ക്ക് പിന്നിലെ കാരണവുമടക്കം വ്യക്തമാകൂ. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.